ചുളിഞ്ഞു പോയപ്പോ, സൗന്ദര്യം ഒന്ന് കുറഞ്ഞു പോയപ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്താൻ തയ്യാറാകുന്നവരല്ലേ? നേരം വെളുക്കുന്നത് വരെ അവരുമായി സംസാരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിന് എത്രയെത്ര സഹോദരിമാരുണ്ട്, എത്രയെത്ര മംഗമാരുണ്ട്. തന്റെ വാപ്പയും ഉമ്മയും തന്റെ പൊന്നുമോൾക്ക് വേണ്ടി, 18 തികഞ്ഞ പൊന്നുമോൾക്ക് വേണ്ടി നല്ല ഒരു സുന്ദരനാകുന്ന സുമുഖനാകുന്ന ചെറുപ്പക്കാരനെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ അവർ ഓടി നടക്കുകയാണ്. നല്ല നല്ല ആലോചനകളുമായി വീട്ടുപടിക്കലേക്ക് വരുമ്പോ എനിക്ക് ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃണവൽഗണിച്ച് നിലകൊള്ളുന്ന 18ന്റെ നിറകുടമാകുന്ന പെണ്ണെ, നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായ ചെറുപ്പക്കാരനില്ലേ, വാപ്പയറിയാതെ, അത്തയറിയാതെ, അമ്മയറിയാതെ, നാട്ടുകാരറിയാതെ, കൂട്ടുകാരറിയാതെ, നാട്ടിൽ ഒരാൾ പോലും അറിയാതെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാകുന്ന കൂട്ടുകാരില്ലേ, അന്യമതത്തിൽപ്പെട്ടതാകുന്ന ആളുകളില്ലേ, അത്തായും അമ്മായും ഞാനാര് പള്ളിയുടെ മുറ്റത്തേക്ക് അതിനു വേണ്ടി വരുന്ന സമയത്ത് എനിക്ക് SLC പഠിക്കാനുണ്ട്, എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണ്, എനിക്ക് +2 പഠിക്കാനുണ്ട്, എനിക്ക് തലവേദനയാണ്, കൈവേദനയാണ്, കാലുവേദനയാണെന്ന് കളവ് പറഞ്ഞ് പഠിക്കാനല്ലാതെ വ്യാജമായി വീടിന്റെ അകത്തളത്തിലിരുന്ന് വാപ്പയും ഉമ്മയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അന്യരാകുന്ന ചെറുപ്പക്കാരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി അവനുമായി സൊല്ലിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരിമാർ ഇന്ന് കൂടുതലല്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കാണുന്നില്ലേ, ദർശിക്കുന്നില്ലയോ?